അതെ, ഇതെന്തിനാണെന്നറിയോ? ഒരു മസാല റെഡിയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കൂടി. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ആദ്യമായ പൊടികളൊക്കെ ഇട്ട് അവനൊന്ന് വഴറ്റി സെറ്റാക്കി എടുക്കുവാണേ. ഇതെന്താണെന്നറിയോ? നമ്മുടെ ബീഫ് വിത്ത് കൂർക്ക റെഡിയാക്കാൻ പോവാം. അതിനുള്ള തയ്യാറെടുപ്പാണ് കാണുന്നത്. അതിനിപ്പോ കാണിക്കരുത്, പിന്നെ നേരത്തെ കഴിഞ്ഞില്ല. അത് നേരത്തെ ഇടേണ്ട പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അത് കുറച്ച് മുമ്പ് ഇടേണ്ടതായിരുന്നു. അതിപ്പോൾ ഇടാനായിട്ട് ഇതിനകത്തൊരു സ്പേസ് ഉണ്ടാക്കി അതിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒക്കെ നമ്മൾ തന്നെയല്ലേ ചെയ്യണേ. മസാല റെഡിയായി. അപ്പോൾ ഇനി വേവിച്ച് വെച്ച കൂർക്കയും ബീഫും കൂടി ഇട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കാം. അങ്ങനെ നമ്മുടെ കൂർക്ക ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിക്കണം. എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാണ് കൂർക്ക ബീഫ്. ഇത്രയും പറ്റിയാൽ മതി അല്ലേ? ഇത്രയും വെള്ളം പറ്റിയാൽ മതി. ഓക്കെ, ഇത് നമുക്ക് റെഡിയായിട്ടുണ്ട്. ഇനിയും വെള്ളം പറ്റിക്കാം, പക്ഷേ ഇത് മതി. വിശന്ന് തുടങ്ങിയപ്പോൾ ഇനി ചോറുണ്ടാക്കാം. ഓക്കെ, സെറ്റ്.